പാചകവാതക പ്രതിസന്ധിയിൽ ആശങ്ക തുടരുകയാണ്. സംസ്ഥാനത്ത് നിരവധി ഹോട്ടലുകൾ അടച്ചു. തലസ്ഥാന നഗരത്തിൽ 10% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചു. ഗാർഹിക ആവശ്യങ്ങളിലെയും പെട്രോൾ പമ്പുകളെയും പ്രതിസന്ധി വൈകാതെ ബാധിക്കുമെന്നാണ് വിവരം. ക്ഷാമം നേരിടാൻ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും പ്രഥമ പരിഗണന നൽകാനാണ് ആലോചന. പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് LDF ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം വിഷയം ഉയർത്തും. അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്കാണ് മലബാർ ഗ്യാസ് ഏജൻസി കട്ടപ്പന അവിടെ നിന്നുള്ള ഇടുക്കിയിൽ നിന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഈ ആഴ്ച ലോഡ് വന്നിട്ടില്ല. ഈ ആഴ്ചയിൽ ഞങ്ങൾ ലോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ മുതലൊക്കെ ഞങ്ങളിപ്പോൾ ഇന്നലെയും കൂടി കുറച്ചുണ്ടായിരുന്നു, സപ്ലൈ ചെയ്തു. ഇപ്പോൾ നാളേക്ക് കൊടുക്കണമെങ്കിൽ ലോഡ് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. കമ്പനി എന്ന് തരാമെന്ന് പറയുന്നില്ല. കമ്പനിയിൽ പ്രോഡക്റ്റ് സ്റ്റോക്കില്ല. കമ്പനിയിൽ നിന്ന് ലോഡ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിലവിൽ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. കൊമേഴ്സിലാണ് മെയിനായിട്ട്. ഡൊമസ്റ്റിക്കിന് കമ്പനികൾ കുറച്ച് ലോഡുകൾ കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ലോഡുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊമേഴ്സിന് തീരെ ലോഡ് കിട്ടുന്നില്ല. വാണിജ്യാവശ്യമുള്ള സിലിണ്ടറുകൾക്കാണ് ഏറ്റവും ഷോർട്ടേജ് വരുന്നത്. പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ എന്നിവർ ചേരും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ് പോകുന്നത്. ബൽറാം, ഈ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട്, ഇന്ധന വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സവും ഉണ്ടായാലും ക്ഷാമം ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലടക്കം അറിയാം, മറ്റ് മുംബൈ, ചെന്നൈ, ബംഗളൂരു ഒക്കെ എടുത്താൽ ഹോട്ടലുകൾ നേരത്തെ തന്നെ പൂട്ടി. സംസ്ഥാനത്തും അതേ സാഹചര്യം വരുന്നു. ഈ അവശ്യ സാധന നിയമം അത് പ്രയോഗിക്കുമ്പോൾ ഈ പ്രയോറിറ്റിയിൽ ഹോട്ടലുകൾ വരാത്തത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവശ്യ വസ്തു നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ആണ് അതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPGയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ഈ പെട്രോളിയം ശുദ്ധീകരണ ശാലകൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അത് സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് അത്തരം ഒരു തീരുമാനമെടുത്തത് എങ്കിൽ ഈ പുതിയ കാലത്ത് കൂടുതലായും ആളുകൾ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകൾ, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ഹോസ്റ്റലുകളെ തുടങ്ങിയവയെ വ്യാപകമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ജനസംഖ്യ കൂടുതലുള്ള വൻ നഗരങ്ങളിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ അത് ബാധിച്ചു തുടങ്ങിയത് എങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോലും ഈ പ്രതിസന്ധി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലും സമാനമായി പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ എന്നുള്ളതാണ് സാഹചര്യം. ഡൽഹിയിൽ ഗാർഹിക മേഖലയിലും ഹോട്ടലുകളിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ഈ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ പ്രതിസന്ധി എത്തിയിരിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ നിലവിൽ അത്തരത്തിലുള്ള ഒരു ക്ഷാമം രാജ്യത്തില്ല എന്ന് ആവർത്തിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് യാതൊരു തരത്തിലുള്ള ക്ഷാമവുമില്ല. കൂടാതെ ഗാർഹിക ആവശ്യത്തിനുള്ള LPG ഉൽപാദനം കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 28% വർദ്ധിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പാർലമെന്റിൽ മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരുന്നു. അത് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. എന്നാൽ ഈ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഓരോ ദിവസവും ഈ വാർത്താ സമ്മേളനം നടത്താൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അന്തർമന്ത്രാലയ സമിതിയിൽ ഷിപ്പിംഗ് മന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഉൾപ്പെടുന്ന സമിതിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളും അത്തരത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇതുവരെ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രാജ്യത്തേക്ക് 2 കപ്പലുകൾ കൂടി LPG ചരക്കുള്ള 2 കപ്പലുകൾ കൂടി എത്തിച്ചേരുന്നതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തെ അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് സർക്കാർ. അത് പ്രതിസന്ധി ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കുമെന്ന ഉറപ്പുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവർത്തിക്കുന്നത്. അതേസമയം പ്രതിസന്ധി ഗ്രാമങ്ങളിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ശരി, ദേശീയ തലത്തിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണ്. അവിടെ ലാൽകൃഷ്ണ തയ്യാറാണ്. ലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിലെന്തെങ്കിലും മാറ്റം സംസ്ഥാനത്തുണ്ടാവുന്നുണ്ടോ? കൊച്ചിയിലും ഒപ്പം മധ്യ കേരളത്തിലും ആകെ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? ഗുഡ് മോർണിംഗ്. പൊതുവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ക്ഷാമം എന്ന രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ക്ഷാമം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലയിടങ്ങളിലും
ഗ്യാസ് കിട്ടാക്കനെയാണ്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള ഗ്യാസിൻ്റെ കാര്യത്തിലാണ് പലയിടങ്ങളിലും പ്രതിസന്ധി. അത് കൊച്ചി നഗരമടക്കമുള്ള ഈ മധ്യ കേരളത്തിലുള്ള പല ജില്ലകളുടെയും ആസ്ഥാന പ്രദേശങ്ങളിൽ ഈ പ്രശ്നം വലിയ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോട്ട്ലൈൻ റെസ്റ്റോറൻറ്റ് അസോസിയേഷനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ഈ നഗരഹൃദയങ്ങളിൽ പലയിടത്തും 20% ഹോട്ടലുകൾ അടച്ചിടേണ്ട ഒരു ഗതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ ലഭ്യത തന്നെയാണ്. മലയോര മേഖലയിലടക്കം ഗ്യാസിൻ്റെ ലഭ്യതയിൽ ചെറിയ രീതിയിലുള്ള ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അത് ഈ ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാലതാമസവും അവൈലബിലിറ്റി അടക്കമുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷേ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസമാണ്. ഇപ്പം നമുക്ക് തന്നെയാണെങ്കിൽ പോലും പലയിടങ്ങളിലേക്ക് നേരിട്ട് ചെല്ലുമ്പോൾ ഹോട്ടലുകളിൽ പോലും ഗ്യാസിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ പോകും എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ അർബൻ ഏരിയ ഒഴിച്ച് കുറച്ചുകൂടെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഗ്രാമാന്തര പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ വിറക് പോലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഹോട്ടലുകളിലും ചെറിയ ചായക്കടകളിലൊക്കെ കാണുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അത് നഗരഹൃദയങ്ങളിൽ അത്ര അധികം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ നേരെ മറിച്ച് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ LP സ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകേണ്ടതുണ്ട്. അവിടെ ഗ്യാസിൻ്റെ ലഭ്യതയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്നലെ അടക്കം നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. അക്കാര്യത്തിലെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രി, അതോടൊപ്പം തന്നെ സ്കൂളുകൾ എന്നിവയ്ക്ക് പ്രാഥമിക പരിഗണന നൽകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശമായിട്ടുള്ളത്. ഇത് കൂടാതെയാണ് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ ലഭ്യത ഉറപ്പാക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ നേരത്തെ 1-2 ആഴ്ചയുടെ വ്യത്യാസത്തിൽ ഗ്യാസുകൾ എത്തിയിരുന്നെങ്കിൽ അതിൻ്റെ അളവിൽ ആ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഒരു 45 ദിവസത്തിനുള്ളിൽ എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ 1 മാസം വീട്ടിൽ ഉപയോഗിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ വരുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ഇന്നലെ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ ചില പെട്രോൾ ബങ്കുകൾ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിൽ കൊച്ചിയിലില്ല. അത് ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വലിയ ക്ഷാമം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഗ്യാസിൻ്റെ കാര്യത്തിലുള്ള ഒരു ആശങ്ക ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്ത് പറയണം. ശരി, ലാൽകൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലടക്കം ഈ ഹോസ്റ്റലുകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് നഗരമാണ്, മറ്റിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഹോട്ടലുകളെയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്ന ഇടമാണ്. അവിടെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അജ്മൽ ദിറാറുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ വിറകടുപ്പിലേക്ക് മാറുന്നു, വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ഈ വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനപ്പുറത്തേക്ക് പല ഹോട്ടലുകളും പൂട്ടുന്നു. എന്താണ് അജ്മൽ ഈ നഗരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം? അപ്പോൾ ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ കാര്യത്തിലാണല്ലോ വലിയ ഒരു മുറുക്കം നേരിടുന്നത്. അത് റീഫിൽ ചെയ്ത് കിട്ടുന്നില്ല, അതിനുള്ള സംവിധാനം ഏജൻസികളിലേക്ക് ആ സിലിണ്ടറുകൾ വരുന്നില്ല എന്നതാണ് പറയുന്നത്. ഗൂഗിൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പാചകവാതകത്തിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണത്തിലുണ്ടായ പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കൂടിയാണ്, ഒരു ഉപഭോക്തൃ നഗരം കൂടിയാണ്. ഇവിടെ ഈ പറയുന്ന ഹോട്ടലുകൾ, അതുപോലെ തന്നെ കേറ്ററിംഗ് സർവീസുകളൊക്കെ കടന്ന് ആശുപത്രി, ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ ആശുപത്രി ക്യാൻറ്റീനുകളിലേക്ക് വരെ ഈ പ്രതിസന്ധി എത്തുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ തലസ്ഥാന ജില്ലയിലെ 10% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചു പൂട്ടിയിട്ടത് സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൂടാതെ പല ഹോട്ടലുകളും ഭാഗികമായോ, ചില ഹോട്ടലുകൾ ഈ പറയുന്ന പോലെ വിറകടുപ്പിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയുടെ കാരണമെന്ന് പറയാൻ നമുക്കറിയാം, സംസ്ഥാനത്ത് 52% ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിർവഹിക്കുന്നത്. എന്നാൽ അവർ ഇപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം തന്നെ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കൂടി വിലയിരുത്തലുകളുണ്ട്. കാരണം ഈ ഹോട്ടലുകളിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഈ പറയുന്ന സിലിണ്ടറുകൾ പൂർണ്ണമായും സ്റ്റോക്ക് തീർന്ന് അവർ പരിപൂർണമായും വിറകടുപ്പിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് തലസ്ഥാനത്തുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾ പക്ഷേ ഈ ഹോട്ടൽ ഉടമകൾക്കായാലും കേറ്ററിംഗ് സർവീസ് ജീവനക്കാർക്കായാലും ഒക്കെ ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഈ മുൻഗണന നിശ്ചയിച്ച ശേഷം ആശുപത്രികൾ, അതോടൊപ്പം തന്നെ വൃദ്ധസദനങ്ങൾ, അതോടൊപ്പം സ്കൂളുകൾ, പൊതുശ്മശാനങ്ങൾ, ഇവിടെയൊക്കെ ആവശ്യത്തിന് കൃത്യമായി വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഇവിടെ കൃത്യമായി ഇവ എത്തിക്കണമെന്നും, പ്രത്യേകിച്ച് ശ്മശാനങ്ങളുടെ പ്രവർത്തനമെന്നും ഒരു കാരണവശാലും ഈ പ്രതിസന്ധി ബാധിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കുകയും ഇതിൻ്റെ കരിഞ്ചന്തകൾ, പൂഴ്ത്തിവെപ്പുകളൊക്കെ തടയാനും സർക്കാർ കൃത്യമായി ഇടപെടണമെന്ന് കൂടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിർദ്ദേശങ്ങളുടെയും ഈ യോഗങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധി ഒരുപാട് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്നും തടയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോകും. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്ക് പോവുകയാണ്. അജി കുഞ്ഞുമോനുണ്ട്. അജി, ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് വന്ന ആശങ്കാജനകമായ വാർത്ത, പെട്രോൾ പമ്പ് അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. ആ പ്രതിസന്ധികൾക്ക് അയവുണ്ടോ? എന്താണ് വടക്കൻ കേരളത്തിലുള്ള ഇന്നത്തെ സാഹചര്യം?
ദിൽന, ഇപ്പോൾ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ പാചകവാത ക്ഷാമം വലിയ തലത്തിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഹോട്ടലുകളിലെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വിതരണം നിലച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിൽ ഹോട്ടൽ ഉടമകൾ മാറിയിട്ടുണ്ട്. വിറകടുപ്പിലേക്കും ഒപ്പം തന്നെ ചിരട്ടയിലേക്കുമൊക്കെ ഹോട്ടലുകൾ മാറിയ വാർത്തകൾ തന്നെ ഇന്നലെ തന്നെ നമ്മൾ നൽകിയിരുന്നു. മാത്രമല്ല വടക്കൻ കേരളത്തിൽ പൊതുവെ വലിയ തലത്തിൽ ഈ നോയമ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ ഗ്യാസിൻ്റെ ആവശ്യകത ഏറ്റവും വേണ്ട ഒരു സമയമാണ്. അപ്പോൾ വലിയ തലത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വിവിധ അന്നദാന കേന്ദ്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സായിബാബ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ ഗ്യാസിൻ്റെ ലഭ്യത വലിയ തലത്തിൽ അത് ബാധിക്കുകയും ചെയ്തു. ചെറിയ കടകളിൽ പോലും നഗരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറിയ കടകളിൽ പോലും വലിയ തരത്തിൽ ഈ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇത് പരിഹരിക്കും എന്നാണ് ഈ ഗ്യാസ് വിതരണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അത് ഏത് തലത്തിലാണ് അവർ പരിഹരിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കോഴിക്കോട് നഗരത്തിലെ പല ഹോട്ടലുകളിലും ഇന്നലെ ഉച്ചയൂണ് പോലും ഇല്ല എന്ന തരത്തിൽ ബോർഡ് വെക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ജോലിയെടുക്കുന്ന മേഖലകളിൽ ഇന്നലെ ഹോട്ടൽ ഉടമകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വിറകടുപ്പും ഒപ്പം തന്നെ ചിരട്ടയിലേക്കൊക്കെ മാറുമ്പോൾ തൊഴിലാളികൾക്ക് അതിൽ വൈദഗ്ധ്യം കുറവാണ്. അപ്പോൾ അത് സമയ ദൈർഘ്യം എടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്നലെ ഹോട്ടൽ ഉടമകളടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിറകടുപ്പിലേക്ക് മാറി പല ഹോട്ടലുകളും അടച്ചിടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. മാത്രമല്ല പെരുന്നാൾ വരാൻ സമയമായി. ഉടനെ തന്നെ പെരുന്നാൾ അടുത്ത ആഴ്ചയോടുകൂടെ തന്നെ വരും. അപ്പോൾ ഏത് തലത്തിൽ ഇത് പരിഹരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏജൻസികളിൽ നിന്ന് പറയുന്നത് ഈ വിതരണം ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയും എന്ന് ഏജൻസികൾ പറയുന്നു. പക്ഷെ അത് ഏത് തലത്തിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി അജി, ഏതായാലും പ്രതിസന്ധി അങ്ങനെ തുടരുകയാണ്. പ്രത്യേകിച്ച് വാണിജ്യ സിലിണ്ടറിന്റെ കാര്യത്തിൽ, ഗാർഹിക സിലിണ്ടറിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും പ്രതിസന്ധി വരുന്നത് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും ഉൾപ്പെടെയുള്ള മേഖലയിലാണ്. അതുടൻ തന്നെ പരിഹരിക്കപ്പെടും ഇടപെടലുകളിൽ എന്നാണ് സർക്കാരിന്റെ അടക്കം ഇന്നലെ നിവേദനങ്ങൾ കേന്ദ്രത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് പ്രതീക്ഷ വെക്കാം നമുക്ക്. ഏതായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.